രാഷ്ട്രീയത്തിൽ അധ്യായങ്ങൾ അവസാനിച്ചുവെന്ന് തിടുക്കപ്പെട്ട് വിധി എഴുതുന്നവർക്ക് എപ്പോഴും തെറ്റാറുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രമേശ് ചെന്നിത്തല എന്ന മുതിർന്ന രാഷ്ട്രീയ തന്ത്രജ്ഞന്റെ ശക്തമായ തിരിച്ചുവരവ്. ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനത്തിൽ മുഖ്യമന്ത്രി പദം വി.ഡി. സതീശന് മുന്നിൽ വഴിമാറി കുടിക്കേണ്ടി വന്നപ്പോൾ ചെന്നിത്തലയുടെ സജീവ രാഷ്ട്രീയ അധ്യായം അവസാനിച്ചുവെന്ന് കരുതിയവർ നിരവധിയായിരുന്നു. എന്നാൽ സതീശൻ മന്ത്രിസഭയിൽ ആഭ്യന്തര വകുപ്പിന്റെ അമരത്തെത്തിയതോടെ സംസ്ഥാന ഭരണത്തിന്റെ യഥാർത്ഥ നിയന്ത്രണ കേന്ദ്രമായി സ്വയം മാറുന്ന കാഴ്ചയാണ് കേരളം എന്ന് സാക്ഷ്യം വഹിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി.ഡി. സതീശന്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടപ്പോൾ പാർട്ടിയിൽ ഉയർന്നു വന്ന വലിയൊരു പ്രതിസന്ധിയെയും വിഭിന്ന അഭിപ്രായങ്ങളെയും തികഞ്ഞ മുതിർന്ന നേതാവിന്റെ പക്വതയോടെയാണ് ചെന്നിത്തല മറികടന്നത്. എന്നാൽ മന്ത്രിസഭയിൽ കേവലം ഒരു രണ്ടാം സ്ഥാനക്കാരനായി ഒതുങ്ങി നിൽക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. മറിച്ച് സ്വന്തം ഭരണമികവും കർമ്മശേഷിയും കൊണ്ട് സർക്കാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വം താനാണെന്ന് തെളിയിക്കാനാണ് ഇത്തവണ ചെന്നിത്തല കളത്തിലിറങ്ങിയത്. ഇതിനായി അദ്ദേഹം തിരഞ്ഞെടുത്തത് ആഭ്യന്തര വകുപ്പിലെ അടിയുറച്ചതും ശക്തവുമായ നടപടികളായിരുന്നു. ഭരണത്തിൽ പങ്കാളിയായ ശേഷവുമുള്ള ചെന്നിത്തലയുടെ ഓരോ നീക്കങ്ങളും കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യബോധത്തോടെയുള്ളതായിരുന്നു. ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ തണലിലല്ലെന്നും വകുപ്പിന് പൂർണ്ണമായ പ്രവർത്തന സ്വാതന്ത്ര്യം ആർജവവും ഉണ്ടാക്കാൻ തനിക്ക് കഴിയുമെന്നും ഭരണത്തിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ അദ്ദേഹം പറഞ്ഞു തെളിയിച്ചു. IPS തലപ്പത്തെ നിർണായകമായ മാറ്റങ്ങൾ മുതൽ താഴെത്തട്ടിലെ സ്റ്റേഷൻ ഭരണം വരെ ചെന്നിത്തലയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. തീർന്നിട്ടില്ല. കേരള പോലീസിന് നഷ്ടപ്പെട്ടു പോയ വീറും വാശിയും തിരിച്ചു നൽകാൻ ചെന്നിത്തലയുടെ കർശന നിലപാടുകൾക്ക് സാധിച്ചു. ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ക്രമസമാധാന പാലന രംഗത്ത് പുതിയൊരു ഹീറോ ഇമേജ് കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞുവെന്നത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. ഓപ്പറേഷൻ തൂഫാൻ, ഓപ്പറേഷൻ ഗ്രിൽ തുടങ്ങിയ വൻ പദ്ധതികളിലൂടെ കുറ്റവാളികളുടെ ഉറക്കം കെടുത്തുന്ന രീതിയിലേക്ക് സംസ്ഥാന പോലീസിനെ അദ്ദേഹം പുനഃസംഘടിപ്പിച്ചു. സംസ്ഥാനത്തെ പിടിച്ചു ഉലകുന്ന മയക്കുമരുന്ന് അധോലോക മാഫിയകൾക്കെതിരെ ചെന്നിത്തല പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ ഇപ്പോൾ വലിയ വിജയമായി മാറിയിട്ടുണ്ട്. മയക്കുമരുന്ന് കേസുകളും വൻ അറസ്റ്റുകളുമാണ് ഈ ഒറ്റ സമ്പാദ്യത്തിലൂടെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നടന്നത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് രാത്രികാല കുറ്റകൃത്യങ്ങളും ഗുണ്ടാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി തടയാൻ ഓപ്പറേഷൻ ഗ്രിൽ എന്ന പേരിൽ വ്യാപക റെയ്ഡുകൾക്ക് അദ്ദേഹം ഉത്തരവിട്ടത്. സാധാരണയായി ഭരണമാറ്റമുണ്ടാകുമ്പോൾ ആഭ്യന്തര വകുപ്പിൽ ഉണ്ടാകാറുള്ള അനിശ്ചിതത്വവും ആശയക്കുഴപ്പവും ഇല്ലാതാക്കാൻ ചെന്നിത്തലയുടെ മുൻ അനുഭവ സമ്പത്തിന് കഴിഞ്ഞു. ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ നിർദ്ദേശവും പൂർണ്ണ സ്വാതന്ത്ര്യവും നൽകിയതോടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രവർത്തനങ്ങളില്ലാതെ പ്രവർത്തിക്കാൻ വഴി തുറന്നു. കണ്ണൂരിലെ പോലീസിനെ പോലും വെല്ലുവിളിച്ച് നടന്നിരുന്ന അർജുൻ ആയങ്കയെ വെടിയൊച്ചകളില്ലാതെ ശാസ്ത്രീയമായ നീക്കങ്ങളിലൂടെ ഒളിത്താവളങ്ങളിൽ നിന്നും സാഹസികമായി പിടികൂടാൻ കഴിഞ്ഞത് ചെന്നിത്തലയുടെ കടുംപിടുത്തത്തിന്റെ മാത്രം ഫലമാണ് എന്ന് വിശ്വസിക്കുന്നതിലും തെറ്റില്ല. ആയങ്കയെ പോലുള്ള ക്രിമിനലുകൾക്ക് മുൻപ് ലഭിച്ചിരുന്ന രാഷ്ട്രീയ സംരക്ഷണം പൂർണ്ണമായും ഇല്ലാതാക്കാൻ ആഭ്യന്തരമന്ത്രി നൽകിയ കർശന നിർദ്ദേശമാണ് പോലീസിന് വലിയ കരുത്തായത്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ അനാവശ്യ ബലപ്രയോഗമോ വെടിവയ്പോ ഉണ്ടാകാതെ അത്യാധുനിക സാങ്കേതിക വിദ്യയും ഇന്റലിജൻസും മാത്രം ഉപയോഗിച്ച് ആയങ്കയെ വലയിലാക്കിയത് ആഭ്യന്തര വകുപ്പിന്റെ ആസൂത്രണ മികവായി വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇതിലൂടെ ഗുണ്ടാ കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെടുക്കുന്ന ശക്തനായ മന്ത്രി എന്ന പ്രതിച്ഛായ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അർജുൻ ആയങ്കി കേസ് വിജയകരമായി കൈകാര്യം ചെയ്തതോടെ സതീശൻ സർക്കാരിലെ ക്ലാസ് ആക്ടായി ചെന്നിത്തല ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ വ്യത്യാസമില്ലാത്ത നീതിപൂർവമായ നടപടികളാണ് ഇപ്പോൾ കൈക്കൊള്ളുന്നത്. താഴെത്തട്ടിൽ രാഷ്ട്രീയ വർണ്ണ വ്യത്യാസമില്ലാതെ പദവികൾ നോക്കാതെ നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് തെളിയിക്കുകയാണ് ആഭ്യന്തരമന്ത്രി. വാഴോട്ടുകോണം കൗൺസിലർ സുഗതന്റെ അറസ്റ്റും BJP അനുഭാവിയും നിരീക്ഷകനുമായ TG മോഹൻദാസിനെതിരായ കർശന നിയമ നടപടികളും ഇതിന്റെ വ്യക്തമായ തെളിവുകളാണ്. ഭരണപക്ഷത്തിന് വേണ്ടപ്പെട്ടവരായാലും VIP-കളായാലും കുറ്റം ചെയ്താൽ സംരക്ഷിക്കില്ലെന്ന ശക്തമായ സന്ദേശമാണ് കൗൺസിലർ സുഗതനെ അറസ്റ്റ് ചെയ്തതിലൂടെ അദ്ദേഹം നൽകിയത്. ഇതിൽ പ്രാദേശികമായ യാതൊരുവിധ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാൻ പോലീസ് തയ്യാറായിട്ടുമില്ല. മറുഭാഗത്ത് വർഗീയ സ്പർദ്ധ വളർത്തുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചാരണം നടത്തുന്നതിനാണ് TG മോഹൻദാസിനെതിരെ നടപടി ശക്തമാക്കിയത്. നിരീക്ഷണത്തിലായിരുന്ന ഇയാളെ ചോദ്യം ചെയ്യാനും അറസ്റ്റ് രേഖപ്പെടുത്താനും പോലീസ് കാണിച്ച ആർജവം ആഭ്യന്തര വകുപ്പിന്റെ പൂർണ്ണ നിഷ്പക്ഷത വ്യക്തമാക്കുന്നുണ്ട്. CPM-ന്റെ പ്രീതി സമ്പാദിച്ച അർജുൻ ആയങ്കയെ ഒരു വശത്തും പ്രാദേശിക കോൺഗ്രസ് നേതാവായ സുഗതനെയും വലതുപക്ഷ നിരീക്ഷകനായ TG മോഹൻദാസിനെയും മറുവശത്തും ഒരുപോലെ കുരുക്കാൻ കഴിഞ്ഞത് പോലീസിന്റെ നീതിയുക്തമായ നിലപാടിന് തെളിവാണ്. മുൻകാലങ്ങളിൽ ആഭ്യന്തര വകുപ്പിനെതിരെ നിരന്തരം ഉയർന്നിരുന്ന ഭരണപക്ഷക്കാരെ സംരക്ഷിക്കുന്നുവെന്ന പ്രധാന വിമർശനത്തെ ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ ഇതിലൂടെ ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞു. ഭരണതലത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനും ചെന്നിത്തലയും തമ്മിൽ മികച്ച സന്തുലിതാവസ്ഥ പുലർത്തുന്നുണ്ടെങ്കിലും കാര്യക്ഷമതയുടെ കാര്യത്തിൽ പൊതുജന മധ്യത്തിൽ മുന്നിലെത്താൻ ചെന്നിത്തലയ്ക്ക് സാധിച്ചിട്ടുണ്ട്. തന്റെ ഭരണരംഗത്തെ അനുഭവ സമ്പത്തും മുൻ ആഭ്യന്തരമന്ത്രി എന്ന നിലയിലുള്ള
പ്രായോഗിക അറിവും അദ്ദേഹം പൂർണ്ണമായും മുതലാക്കി. നയപരമായ തീരുമാനങ്ങളിൽ മുഖ്യമന്ത്രി മുൻപന്തിയിൽ നിൽക്കുമ്പോഴും ക്രമസമാധാന പാലനത്തിലെ ആർജവം കൊണ്ട് ചെന്നിത്തല തിളങ്ങി നിൽക്കുകയാണെന്ന്. താൻ ഭരിക്കുന്ന വകുപ്പിൽ യാതൊരുവിധ രാഷ്ട്രീയ ഇടപെടലുകളും അനുവദിക്കില്ലെന്ന സന്ദേശം സ്വന്തം മുന്നണിയിലെ നേതാക്കൾക്കും എതിരാളികൾക്കും ഒരുപോലെ നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇത് ആഭ്യന്തര വകുപ്പിന് മേലുള്ള അദ്ദേഹത്തിന്റെ ആധിപത്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കേവലം പ്രതിപക്ഷ ആക്രമണങ്ങൾക്ക് മറുപടി നൽകലല്ല, മറിച്ച് കൃത്യമായ ഓപ്പറേഷനുകളിലൂടെ കുറ്റകൃത്യ നിരക്ക് കുറയ്ക്കുക എന്നതാണ് തന്റെ ശൈലി എന്ന് ചെന്നിത്തല ഇതിനോടകം തെളിയിച്ചു. പോലീസിനെ രാഷ്ട്രീയ സ്വാധീനങ്ങളിൽ നിന്നും പൂർണ്ണമായി മാറ്റി നിർത്തി ഒരു പ്രൊഫഷണൽ ഫോഴ്സായി മാറ്റാൻ ഇക്കാലയളവിൽ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. IPS ഉദ്യോഗസ്ഥർക്കും സ്റ്റേഷൻ ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ ഫോൺ കോളുകൾ ഭയക്കാതെ പ്രവർത്തിക്കാൻ കഴിയുന്ന അന്തരീക്ഷം ആഭ്യന്തര മന്ത്രാലയം ഉറപ്പാക്കിയിട്ടുണ്ട്. പോലീസ് വീണ്ടും കാര്യക്ഷമമായി എന്ന തോന്നൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ ഇതിലൂടെ ചെന്നിത്തലയ്ക്കായി. മുഖ്യമന്ത്രി കസേര കൈവിട്ടുപോയെങ്കിലും മന്ത്രിസഭയിലെ തന്ത്രപ്രധാനമായ പവർ ഹൗസ് താൻ തന്നെയാണെന്ന് തെളിയിക്കുന്നതാണ് രമേശ് ചെന്നിത്തലയുടെ ഓരോ നീക്കവും. തൂഫാനും ഗ്രില്ലും വരും ദിവസങ്ങളിലും കൂടുതൽ ശക്തമായി തുടരുമെന്ന് വ്യക്തമാക്കിയതോടെ അധോലോക കുറ്റകൃത്യ മാഫിയകൾ പൂർണ്ണമായും പ്രതിരോധത്തിലായിരിക്കുകയാണ്. തീവ്രമായ കർശന നിലപാടുകളിലൂടെ സ്വന്തം രാഷ്ട്രീയ ഇമേജ് വീണ്ടും കൊടുമുടിയിലെത്തിക്കാൻ ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞിരിക്കുന്നുവെന്നത് നിസ്സംശയം പറയാം. കഴിവുറ്റ ഭരണാധികാരി എന്ന നിലയിലേക്ക് സ്വന്തം ഗ്രാഫ് മാറ്റിയെഴുതിയ രമേശ് ചെന്നിത്തല നാടിന്റെ ക്രമസമാധാന പരിപാലനത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത ജനങ്ങളുടെ വിശ്വാസ്യത പിടിച്ചെടുത്ത് പ്രഗത്ഭനായ ഭരണാധികാരിയായി ഇന്ന് വേറിട്ട് നിൽക്കുന്നു.